ഹലോ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കലൂരാണ്. കലൂർ സ്റ്റേഡിയത്തിൽ പുതിയൊരു എക്സ്പോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെർമെയ്ഡിനെയൊക്കെ വെച്ച് അവർ സ്റ്റൈലായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് റേറ്റ് വരുന്നത് 150 ആണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അപ്പോൾ അതേ നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ആദ്യം നമ്മൾ കയറുന്ന ഭാഗം തന്നെ ഒരു ഫോറസ്റ്റ് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് പോയത്. കാരണം ഇവിടെ കിളികളെ ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നൊക്കെ നടക്കുകയാണ്. പിന്നെ പല വെറൈറ്റി കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇരുട്ടായതുകൊണ്ട് തന്നെ ചില സാധനങ്ങളൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ എന്തായാലും എക്സൈറ്റഡ് ആണ്. ഇവിടെ നമ്മൾ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം നടന്ന് കാണണം. പ്രാവൊക്കെ ആണെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയിലൂടെ അത് നടന്നു പോകണം കേട്ടോ. അത് പറക്കൊന്നുമില്ല, നമ്മളറിയാതെ അതിനെ കയറി ചവിട്ടിയ കഥ തീർന്നു. പിന്നെ കുറേ തത്തകൾ മുകളിലൂടെ പറക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ചോദിക്കാനും അവിടെ ഒരാളെ കണ്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ ഏരിയ അവർ എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിക്കുന്ന നമ്മുടെ മെർമെയ്ഡിന് ഇട്ടേക്കുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു റോബോട്ടിനെ കേരളത്തനിമയോടെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മെർമെയ്ഡിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ 2 മെർമെയ്ഡ്സ് ഉണ്ടായിരുന്നു, മെയിലും മറ്റത് ഫീമെയിലുമാണ്. നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പലതും ചെയ്യുന്നുണ്ടായിരുന്നു. പല ആക്ഷൻസ് ഇടുന്നുണ്ട്, നമുക്ക് പ്ലെയിൻ കിസ് തരുന്നുണ്ട്. ഇങ്ങനെ 2 ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ക്രൗഡായിട്ട് എനിക്ക് തോന്നിയത് ഫീമെയിൽ വേഷൻ്റെ അടുത്താണ് ആൾക്കാർ കൂടുതൽ നിന്നത്. കാണാൻ കുറച്ചുകൂടി ഭംഗിയും അവരായിരുന്നു. നമ്മൾ ആദ്യം മെയിലിൻ്റെ അടുത്ത് വന്നു, പിന്നെ നമ്മൾ നേരെ പോയത് ഫീമെയിലാണ്. സെറുക്കുട്ടി കുറേ നാളായി മെർമെയ്ഡിനെ കാണണം എന്നുള്ളൊരാഗ്രഹം പറയുന്നുണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ആ സമയത്ത് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആളെന്തായാലും വളരെ സന്തോഷത്തിലാണ്. അവർ നമുക്ക് പ്ലെയിൻ കിസ് തരുന്നു, ബായ് പറയുന്നു. പിന്നെ അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂ വരുന്ന സമയത്ത് മോളിൽ പോയി ബ്രീത്ത് എടുത്തിട്ടാണ് അവർ താഴെ വരുന്നത്. അങ്ങനെ അവിടെ ഫുള്ള് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അത് ഒരു മേള സെറ്റാണ് കേട്ടോ. അപ്പോൾ സോഫ സെറ്റ്, കട്ടിലൊക്കെ ഉണ്ട്. അതുകൂടാതെ കുറേ പിക്കിൾസും അത്തറ്, പെർഫ്യൂംസ്, ആ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെ കുറച്ചും കൂടി ഹരം കൊള്ളിക്കുന്ന നമ്മുടെ ഓൾഡ് നൊസ്റ്റാൾജിയ മിഠായികൾ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഓരോന്നിനും 30 രൂപ വച്ചിട്ടാണ് പാക്കറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മിഠായിസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കണ്ണ് മിഠായും പിന്നെ മറ്റേ പൈസയുടെ ഒരു ഇത് തോന്നുന്ന മിഠായിയൊക്കെ വേണമെന്ന് പറഞ്ഞ് അതെടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് ബാഗിങ് സെക്ഷനിലാണ്. ലേഡീസ് ജെൻറ്റ്സ് ബാഗ്സൊക്കെ അവിടെ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കുറേ ആക്സസറീസൊക്കെ ഉള്ള ഒരു ഷോപ്പും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പള്ളിക്കുടം റോക്സിൻ്റെ DJ നടക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഈ ഒരു ഫുൾ സെക്ഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ 150 രൂപയ്ക്ക് വർത്താണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വന്ന് കാണുക. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി വെറൈറ്റി ആയിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.